CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തിരഞ്ഞെടുപ്പ് സംസ്ഥാനത്ത് പോളിംഗ് അവസാനിച്ചു. കഴിഞ്ഞ വർഷത്തേക്കാൾ പോളിംഗ് ശതമാനത്തിൽ കുറവ്. പലയിടത്തും രാത്രി വൈകിയും നീണ്ട ക്യൂ. അന്തിമ കണക്ക് വന്നാലും പോളിംഗ് ശതമാനത്തിൽ വലിയ വർധനവ് ഉണ്ടായേക്കില്ല. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളിലും LDFിന് വൻ ഭൂരിപക്ഷം ലഭിക്കുമെന്ന് സ്ഥാനാർത്ഥി VS സുനിൽകുമാർ. ഗുരുവായൂരിലെ വോട്ടിംഗ് കേന്ദ്രങ്ങളിൽ സന്ദർശനം നടത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ 20 ലോക്സഭാ നിയോജക മണ്ഡലങ്ങളിലും മികച്ച ഭൂരിപക്ഷത്തോടെ UDF വിജയിക്കുമെന്ന് തൃശൂരിലെ UDF സ്ഥാനാർത്ഥി K മുരളീധരൻ. തിരുവനന്തപുരം ജവഹർ നഗർ സ്കൂളിലെ 86 നമ്പർ ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂർ ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വോട്ടു രേഖപ്പെടുത്തിയതിനു ശേഷം കണ്ണന്റെ അനുഗ്രഹം തേടിയെത്തി. മുക്കാട്ടുകര സെന്റ് ജോർജ് സ്കൂളിൽ കുടുംബസമേതം വോട്ട് ചെയ്ത ശേഷം രാവിലെ 9 മണിയോടെയാണ് സുരേഷ് ഗോപി ക്ഷേത്രനടയിലെത്തിയത്. ആലത്തൂർ പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് ആലത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 65 നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്തു. ആലത്തൂരിലെ ദേശീയ ജനാധിപത്യ സഖ്യം സ്ഥാനാർത്ഥി ഡോക്ടർ TN സരസു വെമ്പലൂർ വടക്കുഭാഗം SNK UP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. ഇത്തവണ ആലത്തൂരിൽ NDA മികച്ച നേട്ടം സ്വന്തമാക്കുമെന്നും അവർ പറഞ്ഞു. തൃശൂർ മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂല തരംഗമുണ്ടെന്ന് LDF ജില്ലാ കൺവീനറും മുൻ MLAയുമായ KV അബ്ദുൽ ഖാദർ. പൊന്നാനി ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് C നിവേദിത ഗുരുവായൂർ GUP സ്കൂളിലെ 109 നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിൽ വോട്ടർമാരുടെ നീണ്ട നിര. ചൂണ്ടൽ കണ്ടാണശ്ശേരി പഞ്ചായത്തുകളിലെ വിവിധ പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിലാണ് വോട്ടർമാരുടെ നീണ്ട നിര ദൃശ്യമായത്. VS സുനിൽകുമാർ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം ബേബി ജോൺ മാസ്റ്റർ. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും വർഗീയ പ്രസ്ഥാനങ്ങൾക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നും BJP തോൽക്കുമെന്നും CPIM സംസ്ഥാന കമ്മിറ്റി അംഗം ബേബി ജോൺ പറഞ്ഞു. തീരദേശ മേഖലകളിൽ പോളിംഗ് ശക്തം. മിക്ക സ്ഥലങ്ങളിലും സാമാന്യം നല്ല രീതിയിൽ തിരക്ക്. പുന്നിയൂർക്കുളം, പുന്നിയൂർ, വടക്കേക്കാട് എന്നീ പഞ്ചായത്ത് പരിധിയിൽപ്പെടുന്ന വടക്കേക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 64 ബൂത്തുകളാണ് ഉള്ളത്. വേലൂർ പഞ്ചായത്തിൽ മികച്ച രീതിയിലുള്ള പോളിംഗ്. 7 മണിയോടെയാണ് വോട്ടിംഗ് ആരംഭിച്ചത്. വേലൂർ പള്ളിയൂർ സ്കൂൾ, പുലിയന്നൂർ ഗവൺമെന്റ് UP സ്കൂൾ എന്നീ ബൂത്തുകളിൽ നല്ല തിരക്ക് ദൃശ്യമായി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷം നേടുമെന്ന് NK അക്ബർ MLA. ചാവക്കാട് വുമൺസ് ഇസ്ലാമിയ കോളേജിൽ വോട്ട് രേഖപ്പെടുത്തി CCTVയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് അക്കിക്കാവ് സെന്റ് മേരീസ് കോളേജിലെ 55 നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. ജനാധിപത്യ മൂല്യങ്ങൾ ഉറപ്പുവരുത്തുകയും മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന ഒരു സർക്കാർ ഇന്ത്യയിൽ വരണമെന്നാണ് തന്റെ ആഗ്രഹമെന്ന് കവിയും ഗാനരചയിതാവുമായ VK ഹരിനാരായണൻ. കടങ്ങോട് പഞ്ചായത്തിലെ 121 ബൂത്തിലെ അസൗകര്യം വോട്ടർമാരെയും ഉദ്യോഗസ്ഥരെയും ബുദ്ധിമുട്ടിലാക്കി. കടങ്ങോട് പഞ്ചായത്ത് കുടുംബശ്രീ ഓഫീസിലാണ് 121 ബൂത്ത് സജ്ജമാക്കിയിട്ടുള്ളത്. ചാവക്കാട് അമൃത വിദ്യാലയമായിരുന്നു ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ മികച്ച മാതൃകാ ബൂത്ത്. ഹരിതചട്ടം പാലിച്ചാണ് ഇവിടെ പോളിംഗ് ബൂത്ത് ഒരുക്കിയത്. കതിർ മണ്ഡപത്തിൽ നിന്ന് പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്ത് നവദമ്പതിമാർ. കിഴക്കേ ചെറായി ചെമ്പറ വീട്ടിൽ പരേതനായ മണിയുടെയും ഉമയുടെയും മകൾ സരസ്വതിയും, പാലക്കാട് കപ്പൂർ വൈപ്പിൽ ഹൌസിൽ ഭാസ്കരൻ കമലാക്ഷി ദമ്പതികളുടെയും മകൻ കിരണുമാണ് താലികെട്ട് കഴിഞ്ഞ് നേരെ വോട്ട് ചെയ്യാനായി പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിയത്. വോട്ട് ചെയ്യുന്നത് സ്വയം മൊബൈൽ പകർത്താൻ ശ്രമിച്ച യുവാവിനെ വടക്കേക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. അകലാട് മൊയ്തീൻപള്ളി സ്വദേശി 29 വയസ്സുള്ള റിജിലിനെയാണ് പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ പരാതിയെ തുടർന്ന് കസ്റ്റഡിയിലെടുത്തത്. മുൻ രാജ്യസഭ MPയും തൃശൂർ ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപി മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ കുന്നംകുളം ഭദ്രാസന ആസ്ഥാനത്തെത്തി അനുഗ്രഹാശിസുകൾ തേടി. പ്രണയം നടിച്ച് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിലെ പ്രതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കേച്ചേരി കൈപ്പറമ്പ് സ്വദേശി കണിയത്തി വീട്ടിൽ 26 വയസ്സുള്ള അഖിലിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഹീമോഫീലിയ അടക്കമുള്ള രക്തസ്രാവ വൈകല്യമുള്ളവരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് വർഷം തോറും നൽകി വരുന്ന കണ്ണൻ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ദേശീയ അവാർഡ് വാരണാസി ഹീമോഫീലിയ ചാപ്റ്റർ സ്ഥാപകൻ OP പാണ്ഡെയ്ക്ക് നൽകുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കുന്നംകുളം ശ്രീ ശങ്കരപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി. വൈകിട്ട് ക്ഷേത്രത്തിൽ നടന്ന ആചാര്യവരണത്തിനു ശേഷം ക്ഷേത്രം തന്ത്രി അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റം നടന്നത്. കുന്നംകുളം മത്സ്യ മാർക്കറ്റിന് സമീപം ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് ഗൃഹനാഥന് പരിക്ക്. മത്സ്യ മാർക്കറ്റിന് സമീപം നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ കാനയിലേക്ക് മറിയുകയായിരുന്നു. വില്ലന്നൂർ ഗ്രാമത്തെ കണ്ണീരിലാഴ്ത്തി മർസൂക്ക് യാത്രയായി. 20 വർഷത്തിലേറെയായി പ്രവാസിയായിരുന്ന മർസൂക്ക് ദുബായിൽ വെച്ച് ഹൃദയസ്തംഭനം മൂലം മരണമടയുകയായിരുന്നു.
അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കൊരട്ടിക്കര സ്വദേശി മരിച്ചു. കമ്മക്കാട്ട് വീട്ടിൽ കൃഷ്ണന്റെ മകൻ 44 വയസ്സുള്ള രാജേഷാണ് മരിച്ചത്. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.